ഫിലിം ഗാരേജിന്റെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 12 9 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന ആട്ടം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. 2024 എന്ന വർഷം നിലവിൽ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് മികച്ചൊരു വർഷമാണല്ലോ. ഈ വർഷത്തിലെ ആദ്യത്തെ പോസിറ്റീവ് ലഭ്യമായ മലയാളം സിനിമയാണ് ആട്ടം. സിനിമ ഇന്നലെ രാത്രിയോടെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമ കണ്ടവർ അഭിപ്രായം പറയൂ. സന്താനത്തിന്റെ വടക്കുപട്ടി രാമസ്വാമി എന്ന സിനിമ ഏകദേശം ഒരാഴ്ച മുന്നേ ആമസോൺ പ്രൈമിലൂടെ വിദേശ രാജ്യങ്ങളിൽ OTT റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യയിലും ആമസോൺ പ്രൈമിലൂടെ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമിനെ കൂടാതെ ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിലും തമിഴ് ഭാഷയിലെ രാമസ്വാമി നിലവിൽ ലഭ്യമാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ ഡോക്യുമെന്ററി സീരീസ് ആണ് ടേണിംഗ് പോയിന്റ് ദി ബോംബ് ആൻഡ് ദി കോൾഡ് വാർ. നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഇപ്പോൾ ഈ ഡോക്യുമെന്ററി സീരീസ് ലഭ്യമാണ്. നെറ്റ്ഫ്ലിക്സിന്റെ 2 കൊറിയൻ കണ്ടന്റുകളുടെ അപ്ഡേറ്റുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. രണ്ടും സീരീസുകളാണ്. അതിലൊന്ന് ക്യൂൻ ഓഫ് ടീയേഴ്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ കഴിഞ്ഞ ദിവസം കൊറിയൻ ഭാഷയിൽ മാത്രം ഈ സീരീസ് ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെ റിലീസ് ചെയ്ത മറ്റൊരു കൊറിയൻ സീരീസ് യങ് റോയൽസ് ആണ്. 2 ഭാഗങ്ങളിലായിട്ട് റിലീസ് ചെയ്യുന്ന അവസാന സീസണിന്റെ ആദ്യ ഭാഗം ഇന്നലെ മാർച്ച് 11 OTT റിലീസ് ചെയ്തിട്ടുണ്ട്. രണ്ടാം ഭാഗം വരുന്ന മാർച്ച് 18 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സീരീസ് ഫിനാലെ എന്ന പേരിൽ ലഭ്യമാകുന്നതാണ്. കൊറിയൻ, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലാണ് നെറ്റ്ഫ്ലിക്സിലൂടെ സീരീസ് ലഭ്യമാക്കിയിരിക്കുന്നത്. നിലവിൽ ഒട്ടനേകം OTT സീരീസുകളാണല്ലോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് വരാനായിട്ടിരിക്കുന്നത്. അതിൽ ഒരു സീരീസാണ് റോസ്ലിൻ. കഴിഞ്ഞ ദിവസം ഈ ഒരു സീരീസിന്റെ പൂജ നടന്നിരിക്കുകയാണ്. മൂത്തോൻ ഫെയിം സഞ്ജന ദീപു ആണ് നായികവേഷത്തില് റോസ്ലിൻ എന്ന സീരീസിൽ എത്തുന്നത്. ചിത്തു ജോസഫ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഈ ഒരു സീരീസിൽ മീന, സഞ്ജന ദീപു, ഒപ്പം തന്നെ ഹക്കീം, ഷാജഹാൻ കൂടാതെ വിനീത് തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നു. കാത്തിരിക്കൂ, ഈ വർഷം അവസാനത്തോടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സീരീസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഒരാഴ്ച മുന്നേ തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് പോർ. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഈ മാർച്ച് മാസം അവസാനത്തോടെ അല്ലെങ്കിൽ ഏപ്രിലിലെ ആദ്യ ആഴ്ച OTT റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി പോസിറ്റീവ് ലഭ്യമായി. 100 കോടി തിയേറ്റർ കളക്ഷൻ ഉറപ്പാക്കിയ അജയ് ദേവ്ഗൺ സിനിമയാണല്ലോ ഷെയ്ത്താൻ. ഒരു ത്രില്ലർ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ജ്യോതിക നായികവേഷത്തിലെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഏപ്രിൽ അതല്ലെങ്കിൽ മെയ് മാസത്തോടെ ആയിരിക്കും OTT റിലീസ് ചെയ്യുക. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് 9ാമത്തെ അപ്ഡേറ്റ് തങ്കമണി എന്ന ദിലീപ് സിനിമയുടേതാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി തിയേറ്ററുകളിലെ പരാജയം ഉറപ്പാക്കിയ ഏറ്റവും പുതിയ ദിലീപ് സിനിമയാണല്ലോ തങ്കമണി. സിനിമയുടെ OTT അവകാശങ്ങൾ നിലവിൽ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളുമായിട്ടാണ് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ അവർ സ്വന്തമാക്കിയെന്ന് ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ബാന്ദ്ര പോലെ അധികം OTT റിലീസ് വൈകാതിരിക്കട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കൂ ദിലീപിന്റെ തങ്കമണി എന്ന സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട്.